കാത്തിരിപ്പിന് സമാപ്തിയില്ല. തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡിന്റെ നവീകരണം എന്ന് പൂർത്തിയാകുമെന്ന് അറിയാതെ പ്രദേശവാസികൾ. എന്നാൽ കിഫ്ബിയുടെ നേതൃത്വത്തിൽ സ്ഥലമെടുപ്പ് നടപടികൾ പൂർത്തിയായി വരുന്നു. വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും 2 തിരഞ്ഞെടുപ്പ് കാലം പൂർത്തിയായിട്ടും തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡിന്റെ വികസനം മാത്രം എങ്ങും എത്തിയില്ല. 2016 റോഡ് വികസനത്തിന് 81 കോടി രൂപയുടെ പ്രഖ്യാപനം മാത്യു ടി തോമസ് MLA നടത്തിയെങ്കിലും റോഡ് വികസനം മാത്രം നടന്നില്ല. ഇപ്പോൾ കിഫ്ബിയുടെ നേതൃത്വത്തിൽ റോഡിന്റെ സ്ഥലമെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി തിരുവല്ല, കുറ്റപ്പുഴ, പായിപ്പാട്, കുന്നന്താനം വില്ലേജുകളിലെ സർവേ നടപടികൾ പൂർത്തിയായി. കല്ലൂപ്പാറ വില്ലേജിലെ സർവേ നടപടികൾ പൂർത്തിയായി വരുന്നു. ഇനിയും മല്ലപ്പള്ളി, ആനിക്കാട്, നെടുങ്കുന്നം വില്ലേജുകളിലെ സർവേ കൂടി പൂർത്തിയായാലേ വസ്തുവെടുപ്പ് നടപടിയിലേക്ക് കടക്കുവാൻ കഴിയൂ. എന്നിട്ട് മാത്രമേ ലാൻഡ് അക്വേഷൻ പ്രകാരം വസ്തുവിന്റെ വില ഉടമകൾക്ക് നൽകുവാൻ കഴിയൂ. ഇതുവരെയായി 16 കിലോമീറ്റർ ദൂരത്തിലെ സർവേ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. സന്തോഷമാണ്. നമ്മുടെ നാട് പുരോഗമിക്കുന്ന നല്ല കാര്യമല്ലേ. അതിനുവേണ്ടി എന്തുവായാലും ചെയ്യാം. നമുക്ക് നമ്മുടെ നാട് നന്നാവുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. എത്രയോ വർഷമായിട്ടുള്ള ഇതാണ്. ട്രാഫിക് ഭയങ്കര ഇതാണ്. ട്രാഫിക് ഇവിടുന്ന് അപ്പുറത്തോട്ട് കിടക്കുന്ന 5-10 മിനിറ്റ് നമ്മളിവിടെ തന്നെ നിൽക്കണം. അങ്ങനെയുള്ള ഓരോ കാര്യം റോഡ് വികസിക്കുന്ന നല്ല കാര്യം തന്നെയാണ്. തിരുവല്ല മുതൽ ചേലക്കൊമ്പ് വരെ റോഡിന് ഇരുവശവും കൂടി 54 കിലോമീറ്റർ ദൂരമാണുള്ളത്. 3 ഹെക്ടറിൽ താഴെയുള്ള സ്ഥലത്തിന് മാത്രമേ സർക്കാർ ഭൂവുടമകൾക്ക് വില നൽകേണ്ടതുള്ളൂ. ബാക്കി അളന്ന് തിട്ടപ്പെടുത്തിയ സ്ഥലങ്ങളിൽ കൂടുതൽ ഭാഗവും പുറമ്പോക്കും കയ്യേറ്റവുമാണ്. 5 ഓഫീസുകളിലായിട്ടാണ് റോഡിന്റെ ഭൂമിയെടുപ്പ് സംബന്ധിച്ച നടപടിക്രമങ്ങൾ നടന്നു വരുന്നത്. ഇതുമൂലമാണ് റോഡിന്റെ നിർമ്മാണം വൈകുവാൻ പ്രധാന കാരണം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഈ ഓഫീസുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുന്നതും റോഡിന്റെ നവീകരണം വൈകുവാൻ പ്രധാന കാരണമായി മാറി. ഇപ്പോൾ കിഫ്ബിയുടെ പ്രവൃത്തികൾ ഏകോപിപ്പിക്കുവാൻ സ്പെഷ്യൽ തഹസിൽദാരായി G. ആനന്ദിനെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രവൃത്തികൾ വളരെ വേഗത്തിൽ നടന്നു വരികയാണ്.